നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിക്കുമോ അതോ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രവചനീയ സ്വഭാവം കൂടിയാകുമ്പോൾ ലോകം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു D-Dayക്ക് കളമൊരുങ്ങുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി അധിനിവേശ യൂറോപ്പിനെ മോചിപ്പിക്കാൻ സഖ്യകക്ഷികൾ നോർമാണ്ടിയിൽ നടത്തിയ ചരിത്രപരമായ സൈനിക അധിനിവേശമാണ് D-Day. ഏപ്രിൽ 6 എന്ന പുതിയ ഡെഡ്ലൈൻ പ്രഖ്യാപിച്ച് ട്രംപ് തന്റെ സൈന്യത്തിന് പച്ചക്കൊടി കാട്ടുമ്പോൾ അറബിക്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇരമ്പുകയാണ്. അമേരിക്കൻ സൈന്യം നേരിട്ട് യുദ്ധഭൂമിയിൽ ഇറങ്ങുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാൻ താൽപ്പര്യമുണ്ടെന്നും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാണെന്നും ഖാർഗ് ഐലൻഡ് വളരെ എളുപ്പത്തിൽ പിടിച്ചെടുക്കാമെന്നും ട്രംപിന്റെ അവകാശവാദം. പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ പിടികൂടി വെനസ്വേലയുടെ എണ്ണയ്ക്കുമേൽ അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രണം കൈയടക്കിയ മാതൃകയാണ് ഇറാനിൽ മുന്നിൽ കാണുന്നതെന്ന് ട്രംപ് പറയുന്നു. ഖാർഗ് പിടിച്ചെടുത്താൽ കുറച്ചുകാലം അവിടെ സൈന്യത്തിന് തുടരേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ 90% എണ്ണ കയറ്റുമതിയും നടക്കുന്നത് ഈ ചെറിയ ദ്വീപ് വഴിയാണ്. ഇത് പിടിച്ചെടുത്താൽ ഇറാന്റെ പണമൊഴുക്ക് നിൽക്കും. പക്ഷേ സംഗതി അത്ര എളുപ്പമൊന്നുമല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇവോജിമയെ പോലെ അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായി ഖാർഗ് മാറുമോ എന്ന ഭീതിയിലാണ് ലോകം. കഴിഞ്ഞ ആഴ്ച ഈ ദ്വീപിനു നേരെ അമേരിക്ക ശക്തമായ ബോംബാക്രമണം നടത്തിയെങ്കിലും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെ ഇതുവരെ ലക്ഷ്യം വെച്ചിട്ടില്ല. റവല്യൂഷണറി ഗാർഡ്സിന്റെ കാവലിൽ ഏകദേശം 20,000 എണ്ണ തൊഴിലാളികൾ അവിടെയുണ്ട്. യുദ്ധമുണ്ടായാൽ ഈ സാധാരണക്കാരെ ഇറാൻ മനുഷ്യകവചമായി ഉപയോഗിക്കാനാണ് സാധ്യത. ഖാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് അവിടുത്തെ ടെർമിനലുകളും പൈപ്പ് ലൈനുകളും നിയന്ത്രണത്തിലാക്കിയാൽ ഇറാന്റെ പണമൊഴുക്ക് അതോടെ പൂർണ്ണമായും തടയാമെന്നാണ് ട്രംപിന്റെ ഒരു കണക്കുകൂട്ടൽ. ഇതിനായി US മറീനുകളും പാരാട്രൂപ്പർമാരും സർവ്വസജ്ജരായി കഴിഞ്ഞു. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കാൻ നിശ്ചയിച്ചിരുന്ന സമയപരിധി അവസാന നിമിഷം മാറ്റി നിശ്ചയിച്ച ട്രംപ് ഏപ്രിൽ 6 വരെ ഇപ്പോൾ സമയം നീട്ടി നൽകിയിരിക്കുകയാണ്. എണ്ണക്കപ്പലുകളുടെ പ്രധാന ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തയ്യാറാകാതിരിക്കുകയും തുടർന്ന് US സൈന്യം ഖാർഗിൽ വിജയിക്കുകയും ചെയ്താൽ അത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റും. കടുത്ത നിലപാടുകാരനായ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കം വലിയ തോതിലുള്ള ജീവഹാനിക്ക് ഇടയാക്കിയേക്കാം എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷമാണ് ഇത്. നിലവിൽ വോട്ടർമാർക്കിടയിൽ ഈ യുദ്ധത്തിന് വലിയ പിന്തുണയൊന്നുമില്ല എന്നതും ട്രംപിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉടൻ തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഭരണകൂടത്തെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാനുള്ള ഒരു വമ്പൻ തന്ത്രമാണ് ഇതെന്ന വ്യാഖ്യാനവും ശക്തം. ഇറാൻ തീരത്തുനിന്ന് 16 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദ്വീപ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമാണ്. ഈ ദ്വീപ് പിടിച്ചെടുത്ത് അവിടുത്തെ ടെർമിനലുകളും സംഭരണ ടാങ്കുകളും പൈപ്പ് ലൈനുകളും നിയന്ത്രണത്തിലാക്കിയാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും സൈനിക നീക്കങ്ങളെയും താങ്ങി നിർത്തുന്ന പണമൊഴുക്ക് തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇറാന്റെ മൊത്തം എണ്ണ ഉൽപ്പാദനത്തിന്റെ 90%വും പ്രതിദിനം 15 ലക്ഷം ബാരൽ വരെ കൈകാര്യം ചെയ്യുന്നത് ഈ ദ്വീപാണ്. ഖാർഗ് ദ്വീപിൽ ആഴക്കടൽ തുറമുഖവും വിമാനത്താവളവും മത്ലഉൽ ഫജർ റഡാർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇറാനെ വരുതിയിൽ കൊണ്ടുവന്ന് യുദ്ധം വിജയിച്ചാൽ അത് തന്റെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് മുന്നോട്ട് കുതിക്കാൻ കാരണമാകുമെന്ന് ട്രംപിന് നന്നായി അറിയാം. അതിനുള്ള എളുപ്പവഴിയാണ് ഈ ഭീഷണിയെന്നും വിലയിരുത്തലുകളുണ്ട്. ഇതേസമയം ഇറാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് എല്ലാം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായ 30ാം ദിവസവും ഇത് തുടരുക തന്നെയാണ്. ഇതേസമയം ഹൂത്തി വിമതർ ഇറാൻ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ചെയ്തത്. എണ്ണവില കുതിച്ചുയർന്നു. ഓഹരികൾ വീണ്ടും ഇടിഞ്ഞു. അമേരിക്ക കരസേനയെ അയക്കുമോ എന്ന നിക്ഷേപകരുടെ ആശങ്കയും വർദ്ധിച്ചു. സംഘർഷം 5ാം ആഴ്ചയിലേക്ക് നീങ്ങിയപ്പോൾ ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ക്രൂയിസ് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരു ആക്രമണം നടത്തിയതായി യമനിലെ ഹൂത്തി വിമതർ പറഞ്ഞിട്ടുണ്ട്. ഇതോടെ സംഘർഷം വർദ്ധിക്കുമെന്ന ആശങ്കയാണ് എല്ലായിടത്തും. യുദ്ധം ചെങ്കടലിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്ക ഈ ആക്രമണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കാൻ സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും വഴിതിരിച്ചുവിട്ടു. അതിലൂടെയാണ് 20% ക്രൂഡ് ഗ്യാസ് എന്നിവ കടന്നുപോകുന്നത്. ആക്രമണത്തിൽ അയവില്ലാതെ പശ്ചിമേഷ്യൻ യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപക ആക്രമണമാണ് ഇറാൻ തുടരുന്നത്.
ഇന്നലെ പുലർച്ചെ മുതൽ രാത്രി വൈകുവോളം കൃത്യമായ ഇടവേളകളിൽ ഗൾഫ് രാജ്യങ്ങൾക്കു നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ UAE-യിലെയും ബഹ്റൈനിലെയും അലുമിനിയം ഉൽപ്പാദക കമ്പനികൾക്കാണ് നാശനഷ്ടം നേരിട്ടത് എന്ന വിവരം ഇന്നലെയാണ് പുറത്തുവന്നത്. ബഹ്റൈനിൽ അലുമിനിയം ബഹ്റൈൻ കമ്പനിക്ക് ആൽബയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലുമിനിയം ഉൽപ്പാദകരാണ് ആൽബ. ഇതേസമയം കുവൈറ്റിലെ ഒരു പവർ സ്റ്റേഷനിലും ഉപ്പുവെള്ള നിർമ്മാർജ്ജന പ്ലാന്റിലും ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെട്ടതിനെ ഖത്തർ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അബുദാബിയിലെ ഖലീഫ ഇക്കണോമിക് സോണിലെ കേസാദില് ആക്രമണത്തിൽ എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം കമ്പനിക്ക് നഷ്ടം നേരിട്ടിട്ടുണ്ട്. പരിക്കേറ്റവർ കമ്പനിയിലെ ജീവനക്കാരാണ്. യഥാർത്ഥ നഷ്ടക്കണക്ക് ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് EGA അറിയിച്ചത്. ബഹ്റൈനിൽ ഇന്നലെ മുതൽ വൈകുന്നേരം 6-നും പുലർച്ചെ 4-നും ഇടയിലെ കപ്പൽ ബോട്ട് യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടൽ യാത്രികരുടെ സുരക്ഷയെ കരുതിയാണ് യാത്രാ നിരോധനമെന്ന് ബഹ്റൈൻ അറിയിച്ചു. അനിശ്ചിതകാലത്തേക്കാണ് നിരോധനം. UAE-ക്ക് നേരെ ഇന്നലെ 16 ബാലിസ്റ്റിക് മിസൈലുകളും 42 ഡ്രോണുകളും ആക്രമണം നടത്തി. പരിക്കേറ്റവരുടെ ആകെ എണ്ണം 178ആയി. ബഹ്റൈനിൽ ഇന്നലെ 6 ഡ്രോണുകൾ ആക്രമണം നടത്തി. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് എബിലിറ്റീസ് ടെസ്റ്റുകൾ മാറ്റിവെച്ചതായി സർവകലാശാല അറിയിച്ചു. ഇതേസമയം കഴിഞ്ഞ ദിവസം സലാല തുറമുഖത്ത് നടന്ന വ്യോമാക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന സംശയം ഉന്നയിച്ച് ഒമാൻ രംഗത്ത് വന്നിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെന്നും അക്രമികളെ സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒമാൻ അറിയിച്ചു. ഇറാൻ വ്യോമാക്രമണമെന്ന ആദ്യ നിലപാട് ഒമാൻ തിരുത്തി. ആക്രമണത്തിൽ സലാല തുറമുഖത്തെ ക്രെയിൻ തകർന്നിരുന്നു. ഒരാൾക്ക് പരിക്കുമേറ്റു. ദോഹ ആസ്ഥാനമായ അൽ അറബി TVയുടെ ടെഹ്റാൻ ഓഫീസിനു നേരെ ഇസ്രയേൽ US സേന നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തർ കടുത്ത പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ സമുച്ചയത്തിന് നേരെ നടന്ന ആക്രമണം മാധ്യമപ്രവർത്തകരുടെ ജീവൻ അപകടത്തിലാക്കുമായിരുന്നു. ഇവിടെ 10 പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഇറാനിലെ കിയാഷർ മേഖലയിലെ ദസ്തക് ഗ്രാമത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാൻ ആണവശാസ്ത്രജ്ഞനായ മുഹമ്മദ് റിസ ക്രിയയും ഭാര്യയും ഏതാനും റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ അറിയിച്ചു. ആണവ ഭൗതിക ശാസ്ത്രത്തിലും അറ്റോമിക് എഞ്ചിനീയറിംഗിലും വൈദഗ്ധ്യം നേടിയ ആണവ ശാസ്ത്രജ്ഞനായിരുന്നു മുഹമ്മദ് റിസാക്കിയ. ഏതാനും സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുമായും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ഇറാൻ ആണവ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും പങ്കാളിയായിരുന്നു. ടെഹ്റാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ അബ്ബാസ് കറമിയും ഔവാസിലെ ബാസിജ് കമാൻഡറായ സയ്യിദ് സൻഗനെയും കൊല്ലപ്പെട്ടതായും ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഇറാനിലെ ബദ്ദർ അബ്ബാസ് നഗരത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ് നാവിക ഇന്റലിജൻസ് മേധാവി ബെഹ്നം റിസായിയും റവല്യൂഷണറി ഗാർഡ് നാവിക കമാൻഡർ അലി റിസ തങ്സീരിയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ആണവ ശാസ്ത്രജ്ഞനും റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസമായ ഫെബ്രുവരി 28-ന് ഇസ്രായേൽ ഡസൻ കണക്കിന് പ്രമുഖ രാഷ്ട്രീയ സൈനിക നേതാക്കളെ കൊലപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി 28-ന് നടന്ന ഇസ്രായേലി അമേരിക്കൻ സംയുക്ത വ്യോമാക്രമണത്തിൽ സുപ്രീം നേതാവ് അലി ഖമനേയി, റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് പക്പൂർ, സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുറഹീം മുസവി എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ബാസിജ് കമാൻഡർ ഗുലാം റിസ സുലൈമാനി, ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നാസിർ സാദെ, അദ്ദേഹത്തിന്റെ പിൻഗാമി എന്നിവരെ കൂടാതെ ഡസൻ കണക്കിന് മറ്റ് സൈനിക കമാൻഡർമാരെയും ഓഫീസർമാരെയും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. പുതിയ സുപ്രീം നേതാവ് മുസ്തഫ ഖമനേയി, ഇറാൻ പാർലമെന്റ് സ്പീക്കർ, സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അമീർ ഹാത്തമി, പക്പൂർ വധത്തിനു ശേഷം നിയമിതനായ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മേജർ ജനറൽ അഹദ് വഹീദി, ഖാദം അൽ അൻബിയ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹി എന്നിവരെല്ലാം വധിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം ഇപ്പോഴും യാതൊരു കുറവുമില്ലാതെ തന്നെ അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ട്രംപ് പറയുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്ന്. പക്ഷേ അത് വെറുമൊരു പറച്ചിൽ മാത്രമാണോ? അതിൻ്റെ മറവിൽ, ചർച്ചയുടെ മറവിൽ കരയുദ്ധം തുടങ്ങാനാണോ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന ഭയത്തിലാണ് ലോകം ഇപ്പോൾ നിൽക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.